നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ കിട്ടുമ്പോൾ ഇതങ്ങനെ തന്നെ എടുത്തു വെക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടോ? എനിക്ക് അങ്ങനത്തെ വട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു വെക്കാറുണ്ട് കേട്ടോ. അത്തരത്തിൽ എനിക്ക് കിട്ടുന്ന ഫ്ലവേഴ്സൊക്കെ ഒരു സെൻറ്റിമെൻ്റൽ കീപ്സേക്കാണ്. ഈ വീഡിയോയിൽ കാണിക്കുന്നതും ഞാൻ അങ്ങനെ ഫ്ലവേഴ്സ് ഡ്രൈ ചെയ്യുന്ന 2 മെത്തേഡ്സാണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് പ്രസ്സിങ്. ഒന്നുമില്ലടോ, റാൻഡമായിട്ടൊരു ബുക്ക് എടുക്കുക, അതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റാൻഡമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുഞ്ഞു പൂക്കൾ, ഇലകൾ അല്ലെങ്കിൽ ഇതളുകൾ ഒക്കെ എടുത്തു വെക്കാം. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് ഡിസ്റ്റർബ് ആവാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം. ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നല്ല കൂളായിട്ട് ഉണങ്ങി കിട്ടും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് മാർക്സിൽ അല്ലെങ്കിൽ ജേർണലിങ്ങിലൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ പോലെ ഒരു കീപ്സേക്ക് ആയിട്ട് വെക്കാം. സെക്കൻഡ് മെത്തേഡ് എയർ ഡ്രൈയിങ് ആണ്. ഇതെനിക്ക് കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് കിട്ടിയ ഫ്ലവേഴ്സാണ് കേട്ടോ. അത് കൃത്യം മാറ്റാതെ ഇത് അങ്ങനെ തന്നെ ബഞ്ചായിട്ട് തന്നെ ഫുള്ളി ഡ്രൈ ചെയ്യാൻ വെക്കാണ്. നിങ്ങൾക്കിത് ബഞ്ചായിട്ട് വെക്കാൻ താല്പര്യമില്ലെങ്കിൽ ഫ്ലവേഴ്സൊക്കെ മാറ്റിയിട്ട് ഒരു ജൂട്ട് ത്രെഡ് എടുക്കുക, അതിൽ ഈ ഫ്ലവേഴ്സൊക്കെ വിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കെട്ടിക്കൊടുക്കുക, എന്നിട്ട് ഹാങ് ചെയ്തിടുക. അതായത് ഒരു ഗാർലൻഡ് പോലെ ഉണ്ടാവും കാണുമ്പോൾ. അപ്സൈഡ് ഡൗൺ ആയിട്ട് ഹാങ് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു 2 വീക്സ് വെച്ചാൽ ഈ ഫ്ലവേഴ്സൊക്കെ ഡ്രൈ ആയി കിട്ടും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ യൂഷ്വലി ഫ്ലവേഴ്സ് വെക്കുമല്ലോ, വാസിലിട്ട് വെക്കൂലേ, ഇത് അതുപോലെയൊക്കെ വെക്കാം. ഡ്രൈ ഫ്ലവേഴ്സും വാസിലൊക്കെ ഇട്ട് വെക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. ചിലരൊക്കെ പറയും ഡ്രൈ ഫ്ലവേഴ്സ് കീപ്പ് ചെയ്യാൻ പാടില്ല എന്ന്, പക്ഷേ ഞാൻ വെക്കാറുണ്ട് കേട്ടോ. ഇറ്റ്സ് അപ് ടു യു. ഇതൊക്കെ ഞാൻ 2 വർഷം മുന്നേ പ്രസ് ഡ്രൈയിങ് ചെയ്ത സംഭവങ്ങളാണ്. ഇപ്പോഴും ഇതങ്ങനെ തന്നെയുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ബുക്ക് മാർക്സ് ഒക്കെ ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.